സ്വിച്ച് ഇട്ടാക്കാത്ത ബൾബൊന്നുമല്ല റിയൽ എസ്റ്റേറ്റ്. പലരും പറയും പ്രോപ്പർട്ടി ഇന്നെടുക്ക് നാളെ കൊടുക്കുക. അങ്ങനെ ഒരു പോസിബിളായ സംഗതിയേ അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, നിങ്ങളൊരു സാധനം പെട്ടെന്ന് വിൽക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൾക്കാർ പെട്ടെന്ന് കിട്ടും. അത് തേടി പിടിച്ച് സമയം എടുക്കും. അതായത് മിനിമം ഒരു 6 മാസം സമയം മുമ്പേ നമ്മൾ തീരുമാനിക്കാം നമുക്കൊരു പ്രോപ്പർട്ടി വിൽക്കണമെങ്കിലോ അതിപ്പോൾ വാങ്ങണമെങ്കിൽ പോലും നിങ്ങൾ എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം. കാരണം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിയത് പാടും നമ്മൾ അർജൻസി ചെയ്ത് നമ്മൾ വിൽക്കുന്ന സമയത്ത് മാർക്കറ്റിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളാണിപ്പോൾ ആവശ്യക്കാർ. അപ്പോൾ നിങ്ങൾക്കിപ്പം വിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കിട്ടുന്ന പൈസക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടിയിൽ ഒരു എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യം വരുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളൊരു 6 മാസം ഒരു സമയ പീരീഡ് എന്ത് ചെയ്യുക നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ലോസ് കൊടുക്കേണ്ടി വരും. ലോസ് എന്നാൽ നിങ്ങൾ മാർജിൻ തന്നെ കിട്ടും. പക്ഷേ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി, നല്ല കമ്മ്യൂണിറ്റി, നല്ല പ്രൊജക്റ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് നാളെ അതെന്തായാലും അപ്രിഷിയേറ്റ് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള മാർക്കറ്റ് വാല്യൂ കിട്ടുകയും ചെയ്യും. ഒരു നോർമൽ ലോക്കൽ ഡെവലപ്പേഴ്സ് നമ്മൾ പ്രോപ്പർട്ടി എടുക്കുന്ന സമയത്ത് നമുക്കത് ഫ്ലിപ്പിങ്ങോ കാര്യങ്ങളോ നടക്കുമെന്ന് വെച്ചാൽ നടക്കും, ഇല്ല എന്നല്ല, പക്ഷേ ടൈം എടുക്കും. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ഡെവലപ്പർ നല്ലതായ മാത്രം മതി, ലൊക്കേഷൻ നല്ലതായ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടക്കും. അഥവാ നല്ല ഡെവലപ്മെൻറ്റും നല്ല ലൊക്കേഷൻസിനും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. കാരണം ഏതൊരു ചെങ്ങായും പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം മാത്രം, ഈ ബേസിക്കായ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക.